നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഇന്ന് പ്രധാനമായും രണ്ട് വാർത്തകളാണ് ഒട്ടുമിക്ക പത്രങ്ങളിലും ഇടം നേടിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം സംസ്ഥാന സർക്കാർ വയനാട്ടിലെ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ ബന്ധുമിത്രാദികൾക്ക് 6 ലക്ഷം രൂപ ധനസഹായം നൽകുകയും ഒപ്പം പരിക്കേറ്റവർക്കും അംഗവൈകല്യം ബാധിച്ചവർക്കും 75,000 രൂപ വരെ ധനസഹായം നൽകുന്ന വാർത്ത. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായുള്ളത് ഷിരൂരിലെ അർജുന് വേണ്ടിയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട പല വാർത്തകളാണ്. ഒപ്പം സ്വാഭാവികമായും ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, കൗതുകരമായ ചില വിശേഷങ്ങളൊക്കെ എല്ലാ പത്രങ്ങളിലുമുണ്ട്. എന്തായാലും എല്ലാവർക്കും M5 ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമുക്ക് പത്രങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തയെ നൽകിയിട്ടുള്ളത്. ഒന്ന്, വയനാട്ടിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ, അംഗവൈകല്യം സംഭവിച്ചവർക്ക് 75,000 രൂപ വരെ സർക്കാർ നൽകുന്നു എന്ന വാർത്തയാണ്. ഒപ്പം വലതുഭാഗത്ത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭിമാനം, സാഹ്ലാദം, സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടോടുകൂടി രണ്ട് കുരുന്നുകൾ ഇന്ത്യയുടെ ദേശീയ പതാക പേറിക്കൊണ്ട് ചിരിച്ചു വരുന്ന ഒരു ചിത്രം. താഴെ ഷിരൂരിൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുവാൻ തീരുമാനമെന്ന തലക്കെട്ടോടുകൂടി അർജുനന് വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത. ഈ രണ്ട് വാർത്തകളാണ് ദീപിക പ്രാധാന്യത്തോടുകൂടി ഇന്ന് ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമ നമ്മൾ പറഞ്ഞ രണ്ട് വാർത്തകൾക്കുമല്ല പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മലയാള മനോരമ ഇത് പ്രാധാന്യം നൽകിയിട്ടുള്ളത് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച റിബേഷ് DYFI നേതാവ് എന്ന കണ്ടെത്തലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ KK ശൈലജ ടീച്ചറുടെ അടക്കം ഒരു കാർട്ടൂണോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. നമ്മൾ ആരോപിച്ചത് പകുതി ശരിയായി, കാസിം അല്ല ആസിം ആണ് പ്രതി എന്ന ഒരു സംഭാഷണത്തോടുകൂടിയാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. ഒപ്പം KK ശൈലജ ടീച്ചറുടെ പ്രതികരണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണവും വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. വലതുഭാഗത്തായി കൊൽക്കത്ത പീഡനം പോസ്റ്റ്മോർട്ടത്തിൽ സൂചന, ഒന്നിലേറെ പ്രതികൾ എന്ന തലക്കെട്ടോടുകൂടി RG കാർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട വാർത്ത വലതുഭാഗത്ത് പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിൽ നിന്ന് വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വയനാട് പുനരധിവാസം 1-ാം ഘട്ടത്തിന് തുടക്കം. മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം, പരിക്കേറ്റവർക്ക് 50,000 മുതൽ 75,000 രൂപ വരെയും, ദുരിതബാധിതർ വാടക വീടുകളിലേക്ക് മാറി തുടങ്ങി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം മാസവാടക 6,000 വരെ സർക്കാർ നൽകും. താൽക്കാലികമായി 500 കെട്ടിടങ്ങൾക്ക് സജ്ജം. 100 സർക്കാർ കെട്ടിടങ്ങൾ, 253 വ്യക്തികളുടെ വാടക വീടുകൾ, 100 മറ്റു വസതികൾ, 53 ഹാരിസൺ തൊഴിലാളി യൂണിയൻ കണ്ടെത്തിയത്. ഇങ്ങനെ വിശദമായ വിവരങ്ങൾ വളരെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്കാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ജമ്മുവിൽ ക്യാപ്റ്റന് വീരമൃത്യു, 4 ഭീകരരെ വധിച്ചു എന്ന വാർത്തയാണ്. ശ്രീനഗറിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കിയതിൽ ഇന്നലെ ഭീകരന്മാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ സൈനിക ഉദ്യോഗസ്ഥന് വീരമൃത്യു ഉണ്ടായി എന്നുള്ള വാർത്തയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയുടെ പത്രതലക്കെട്ടും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട തരത്തിൽ ത്രിവർണ്ണ നിറത്തിലാണ് നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിലും സ്വാതന്ത്ര്യദിനാശംസകൾ നൽകി വളരെ മനോഹരമായാണ് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത വയനാട്ടിലെ വാർത്തയാണ്. മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. 60% വൈകല്യമുള്ളവർക്ക് 75,000 രൂപ നൽകും. 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക്, ഗുരുതര പരിക്കേറ്റവർക്കും 50,000 രൂപ എന്നും പറയുന്നു. അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി അർജുൻ്റെ വാർത്തയ്ക്കും ഇടം നൽകിയിട്ടുണ്ട്. അർജുനായി തെരച്ചിൽ തുടർന്നു, കയറും ട്രക്കിൻ്റെയും ഭാഗം കണ്ടെത്തി എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിൽ ഒന്ന്, വിനേഷിൻ്റെ അപ്പീൽ തള്ളി എന്ന തലക്കെട്ടോടുകൂടി സങ്കടത്തോടുകൂടി വിനേഷ് ഇരിക്കുന്ന ഒരു ചിത്രം. ഒളിമ്പിക്സ് വെള്ളി മെഡൽ ലഭിക്കില്ല എന്ന വാർത്തയാണ്. ഷിരൂരിലെ അർജുൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ആദ്യ പേജിൽ ചെറിയൊരിടം മാധ്യമം നൽകിയിട്ടുണ്ട്. ഷിരൂരിൽ പ്രതീക്ഷ ഡ്രഡ്ജർ എത്തിക്കും എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. വിശദമായ വാർത്ത ഉൾപേജിലേക്കാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. തീരദേശ പരിപാലന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം നൽകിയിട്ടുള്ളത് തീരദേശ പരിപാലന നിയമം 109 പഞ്ചായത്തിന് ഇളവ് തേടും എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട മാതൃഭൂമിയുടെ തലക്കെട്ടിൻ്റെ സ്റ്റൈലും ശൈലിയും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് പൊതു ടാപ്പുകളുടെ പണം അടയ്ക്കുന്നില്ല, ജപ്തി ചെയ്യും എന്ന തലക്കെട്ടോടുകൂടി പൊതു ടാപ്പുകളുടെ കുടിവെള്ള തുക 1000 കോടി കഴിഞ്ഞതോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് റവന്യൂ റിക്കവറിക്ക് ജല അതോറിറ്റി തയ്യാറാവുന്നു എന്ന വാർത്തയാണ്. ഒപ്പം കൂടുതൽ കുടിശ്ശികയുള്ള നഗരസഭകളുടെ വിവരങ്ങളും നൽകിയിട്ടുണ്ട്.
വലതുഭാഗത്തായി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടൊരു ചിത്രം നൽകിയിട്ടുണ്ട്. പൊന്മുടി ഗവൺമെൻറ് UPSൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങുന്ന കുട്ടികളുടെ. യൂറോപ്യൻ കയറ്റുമതി നിയന്ത്രണം, റബ്ബർ കാപ്പി കർഷകർക്ക് തിരിച്ചടി എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അഭിമാനം ഇവർ എന്ന തലക്കെട്ടോടുകൂടി കീർത്തിചക്ര നേടുവാൻ പോകുന്നവർ, ശൗര്യചക്ര നേടുവാൻ പോകുന്നവർ, പോലീസ് മെഡൽ നേടുവാൻ പോകുന്നവർ, അങ്ങനെ എല്ലാ വിശദവിവരങ്ങളും ഉൾപേജിലാണ്. പക്ഷേ അതിൻ്റെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ആദ്യ പേജിൽ മാതൃഭൂമി നൽകുന്നു. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ പുരപ്പുറ വൈദ്യുതി ഇളവുമായി കമ്മീഷൻ, സോളാർ വീട് കൂടും എന്ന തലക്കെട്ടോടുകൂടി കൂടുതൽ വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള വിധം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വ്യവസ്ഥകൾ ലഘൂകരിച്ചു എന്ന വാർത്തയാണ് മലയാള മനോരമ ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം മരണമേ കൊണ്ടുപോകൂ ഈ ജനന സർട്ടിഫിക്കറ്റുകൾ എന്ന തലക്കെട്ടോടുകൂടി മുഹമ്മദ് ഖുസ്മാൻ മകളുടെ ജനന സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്നൊരു ചിത്രം. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും കൗതുകരമായ വാർത്തകളും കാർട്ടൂണുകളും പരിശോധിക്കാം. ദീപിക മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ആനന്ദ് നഗറിലെ ജീവത്യാഗത്തിന് രാജ്യത്തിൻ്റെ ആദരം, കേണൽ മൻപ്രീത് സിംഗിന് കീർത്തിചക്ര എന്ന വാർത്തയാണ്. ഒപ്പം ദുരന്ത മേഖലയിലെ ഭാവി ഭൂവിനിയോഗം ലിഡാർ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ ഭാവി ഭൂവിനിയോഗം തീരുമാനിക്കുന്നത് ലിഡാർ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന വാർത്തയുണ്ട്. ദോഡയിൽ ക്യാപ്റ്റന് വീരമൃത്യു എന്ന തലക്കെട്ടോടുകൂടി ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിലെ സുരക്ഷാ സന്നാഹത്തിൻ്റെ ഭാഗമായി ഭീകരർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കരസേനാ ക്യാപ്റ്റന് വീരമൃത്യു സംഭവിച്ച വാർത്ത. ഒപ്പം രാഹുൽ നവീൻ ഇനി ED ഡയറക്ടറാകും എന്ന വാർത്തയുമുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ മറ്റ് പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത് H. വെങ്കിടേഷിന് വിശിഷ്ട സേവാ മെഡൽ എന്ന വാർത്തയാണ്. ഒപ്പം 4 പേർക്ക് കീർത്തിചക്ര, വിനേഷിന് മെഡലില്ല, അവരുടെ ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട വാർത്തയും മലയാള മനോരമയിൽ ചെറിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ 5 ദിവസം കനത്ത മഴ എന്ന തലക്കെട്ടോടുകൂടി തലസ്ഥാനത്ത് 5 ദിവസത്തേക്ക് കനത്ത മഴയായിരിക്കുമെന്ന വാർത്ത. ജമ്മുവിൽ ക്യാപ്റ്റന് വീരമൃത്യു, 4 ഭീകരരെ വധിച്ചു എന്ന വാർത്തയ്ക്കും കേരള കൗമുദി ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. തലവര എന്ന കേരള കൗമുദിയുടെ കാർട്ടൂൺ പരമ്പരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നില്ല, ആശയക്കുഴപ്പമില്ല എന്ന മുരളീധരൻ്റെ പ്രസ്താവനയിലുള്ള കാർട്ടൂണാണ്. അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത് പറമ്പിൽ പോയെങ്കിൽ പാലക്കാട്ടിലെ മാങ്കൂട്ടത്തിലും തപ്പണം എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിൽ ഇന്ന് മറ്റു പ്രധാനപ്പെട്ട വാർത്തയിൽ നൽകിയിട്ടുള്ളത് ഏറ്റുമുട്ടൽ കരസേനാ ക്യാപ്റ്റന് വീരമൃത്യു എന്ന വാർത്തയാണ്. ഒപ്പം സ്കൂൾ പാചക തൊഴിലാളികൾക്ക് 33.63 കോടി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് ജമ്മുവിലെ ഏറ്റുമുട്ടലിൽ സൈനിക ക്യാപ്റ്റന് വീരമൃത്യു എന്ന വാർത്തയും ഒപ്പം പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി നടക്കുന്നുള്ള വാർത്തയുമാണ്. ജന്മഭൂമിയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കായിക വിഭാഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ശ്രീജേഷിന് വീരോചിത യാത്രയയപ്പ്, 16ാം നമ്പർ പിൻവലിച്ചു എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കശ്മീരിൽ സൈനിക വീരമൃത്യു, ത്രിപുര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ വിജയം എന്ന വാർത്തയും ജന്മഭൂമിയിൽ നൽകുന്നു. മലയാളത്തിൻ്റെ തനത് കലണ്ടർ 13ാം നൂറ്റാണ്ടിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ആഗസ്റ്റ് 17 ശനിയാഴ്ച മലയാളക്കരയുടെ തനത് കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറക്കുകയാണ് എന്ന വാർത്തയും നൽകുന്നുണ്ട് ജന്മഭൂമി. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് നൽകിയിട്ടുള്ളത് SFI പ്രവർത്തകൻ അഭിമന്യുവിൻ്റെ പേരിൽ രസീതില്ലാതെ പിരിച്ച പണം 6 വർഷമായും ചെലവഴിച്ചില്ല എന്ന വാർത്തയാണ്. അതിന് കാർട്ടൂണിൽ തലക്കെട്ടായി നൽകിയിട്ടുള്ളത് രസീത് അച്ചടിക്കുന്ന ദൂർത്ത് ഒഴിവായല്ലോ എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് മാതൃഭൂമിയുടെ 2ാമത്തെ പ്രധാനപ്പെട്ട ഉൾപേജിലേക്ക് പോകുമ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യം ഭിന്നതയുണ്ടാക്കുന്ന പ്രവണതകൾ തള്ളണമെന്ന 2 തലക്കെട്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവും സ്വാതന്ത്ര്യദിനാശംസകൾ നൽകുന്ന 2 വാർത്തകളാണ് മാതൃഭൂമിയിൽ 2ാമത്തെ പ്രധാന പേജിൽ ഇടം നേടിയിട്ടുള്ളത്. മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ എന്ന വാർത്ത 2ാമത്തെ പ്രധാന പേജിലാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. കാഫിർ പ്രയോഗത്തിലുള്ള KK ശൈലജയുടെ പ്രതികരണവും ഒപ്പം കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. രവീന്ദ്രൻ നായർക്കും സുഷമയ്ക്കുമാണ് കർഷക അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഉറവിടം ഇടത് സൈബർ ഗ്രൂപ്പുകളെന്ന് ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം എന്ന വാർത്തയാണ്. അതിന് കാർട്ടൂണിൽ തലക്കെട്ടായി നൽകിയിട്ടുള്ളത് വർഗീയതയെ ഇങ്ങനെയും തുലയ്ക്കാം എന്നുള്ളതാണ്. സ്പോർട്സ് പേജുകളിലേക്ക് കിടക്കുമ്പോൾ സ്പോർട്സ് പേജിൽ ഇന്ന് ശ്രീജേഷിന് വീരോചിതമായ യാത്രയയപ്പ് നൽകിയ വാർത്തയാണ് ഒട്ടുമിക്ക ഇടങ്ങളിലുമുള്ളത്.
എന്തായാലും മറ്റൊരു ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.